വരുൺ രാധികയുടെ മറ്റൊരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വരുൺ ആ സത്യം ഉൾക്കൊണ്ടു തുടങ്ങി. രാധിക പ്രിയങ്കയുടെ ചേച്ചിയാണെന്ന സത്യം. അതോടുകൂടെ അവൻ ഒരു കാര്യം തുറന്നു പറയുകയും ചെയ്തു. എൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ, ഞാൻ ഒരു പെണ്ണിൻ്റെ കൂടെ ജീവിച്ചു തുടങ്ങുന്നുണ്ടെങ്കിൽ അത് രാധിക മാത്രമായിരിക്കും. പ്രിയങ്കയ്ക്ക് അവിടെ ഒരു സ്ഥാനമില്ലെന്ന് അവൻ മനസ്സുകൊണ്ട് ഉറപ്പിച്ചിരുന്നു. ഈ തീരുമാനം രാധികയെ അറിയിക്കുമെങ്കിലും രാധിക പറയുന്നുണ്ട്, ഒരിക്കലും ഞാൻ നിങ്ങളെ സ്നേഹിച്ചിട്ടില്ല, ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെട്ടിട്ടില്ല, എനിക്കതിനൊരിക്കലും കഴിയില്ല, നിങ്ങൾ എൻ്റെ അനിയത്തിയുടെ ഭർത്താവ് മാത്രമാണ്. എന്നാൽ ഇതൊന്നും ചെവിക്കൊള്ളാതെ അവൾക്ക് തന്നെ അത്രയേറെ ഇഷ്ടമാണെന്നും അവൾ എനിക്കും തൻ്റെ കുടുംബത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങളെല്ലാം വരുൺ ഓർമ്മയുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ പിന്നെ അവളുടെ വായിൽ നിന്ന് തന്നെ ഇഷ്ടമാണെന്നൊരു വാക്ക് കേൾക്കാനാണ് വീണ്ടും അവളുടെ പുറകെ നടക്കുന്നത്. അങ്ങനെ കണിമംഗലത്ത് പ്രിയങ്കയെയും വരുണിനെ ഒരുമിപ്പിക്കാൻ വേണ്ടി ഒരു ഐശ്വര്യ പൂജയും അതേപോലെ സന്താനഭാഗ്യ പൂജയും ഇവിടെ ഒരുമിച്ച് നടത്താൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അങ്ങനെ ദേവനാരായണത്തെയും കുടുംബത്തെയും ഒരുമിച്ച് അവർ ക്ഷണിച്ചിട്ടുണ്ടാവും. എന്നാൽ അവരാരും ദേവനാരായണൻ്റെ വീട്ടിൽ നിന്ന് രാധികയല്ലാതെ മറ്റെല്ലാവരും വരാമെന്ന് തന്നെ മുത്തശ്ശി പറയുന്നുണ്ടാവും. രാധികയെ കൊണ്ടുപോകാൻ പറ്റില്ല, ഇവളെന്തിനാ അങ്ങോട്ട് കെട്ടിയെടുക്കുന്നത്, അമ്മേ അവൾ നമ്മുടെ കൂടെ പോന്നോട്ടെ എന്ന് യശോദ പറയുന്നുണ്ടെങ്കിൽ അതൊന്നും പറ്റില്ല, അവൾക്ക് ഇവിടെ പണിയുണ്ടെന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി അവളെ അവിടെ തന്നെ പിടിച്ചു നിർത്താം. എന്നാൽ ദേവനാരായണൻ പറയും, അമ്മ എന്തൊക്കെയായി പറയുന്നത്, കണിമംഗലത്തുള്ളവർ എന്ത് വിചാരിക്കും, ചേച്ചി ഇതിൽ പങ്കെടുത്തില്ലെങ്കിൽ അവളെ കുറ്റം പറയില്ലേ, അവൾക്ക് എന്തെങ്കിലും ദേഷ്യമാണെന്ന് കരുതില്ല, അവരത് പറഞ്ഞോട്ടെ, പക്ഷേ ഇവൾക്ക് വയ്യായോ മറ്റോ എന്തെങ്കിലും പറയാം, അതൊന്നും പറ്റില്ല, അവളൊന്നും കൂടെ നാളെ വരട്ടെ എന്ന് ദേവനാരായണൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ അച്ചമ്മ രാധികയുടെ വരവ് എങ്ങനെയെങ്കിലും മുടക്കണം, അതിനുവേണ്ടി എന്തൊക്കെയൊക്കെ മാർഗം ആലോചിക്കുകയാണ്. അങ്ങനെ അവളുടെ കാലിൽ ഈ ഇരുമ്പ് വടി എടുത്ത് എറിഞ്ഞാലോ, അവളുടെ കാല് മുറിഞ്ഞാൽ പിന്നെ അവൾ എങ്ങനെ വരാനാണ്, അപ്പോൾ ദേവനാരായണൻ അവളെ കൊണ്ടുപോവില്ല, അതിനുവേണ്ടി തന്നെ നമ്മുടെ രാധികയെ ഒരു അപകടപ്പെടുത്താണ്. അവൾ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് മുത്തശ്ശിയുടെ കയ്യിൽ അമ്മിക്കല്ലുണ്ടാവും, അത് അവളുടെ കാലിലേക്ക് അങ്ങ് ഉരുട്ടി വിടുകയാണ്. കാലിൽ തട്ടിയത് വേദന കൊണ്ട് രാധിക അവിടെ ഇരുന്നു പോവാണ്. അയ്യോ അമ്മേ, കാല് വേദനിക്കുന്നു. എന്നാൽ മുത്തശ്ശി ഇതെല്ലാം കേട്ടിട്ടും ഒന്നും അടുത്ത് പോലും വരുന്നില്ല. യശോദ ഓടി വരുന്നുണ്ട്, എന്ത് പറ്റി മോളെ, ശ്രദ്ധിച്ച് നടക്കേണ്ട, എന്താ പറ്റിയത്, ദേവനാരായണൻ വന്നിട്ടുണ്ട്, അപ്പോൾ കാല് നന്നായിട്ട് വീങ്ങിയിട്ടുണ്ട്, എന്താ മോളെ ഇത്, എന്താ നിനക്ക് പറ്റിയത്, അച്ചമ്മ ചെയ്തതാണെന്നും അവൾക്ക് അറിയാവുന്നെങ്കിലും അവളത് പറയുന്നില്ല. അയ്യോ അറിയില്ല, കാലിൽ ഈ കല്ല് കൊണ്ടെന്ന് പറഞ്ഞ് അവൾ നിലവിളിക്കാൻ തുടങ്ങുകയാണ്. അങ്ങനത്തെ ആയാലും മരുന്നും ഒക്കെ അവർ പുരട്ടുന്നുണ്ട്. എന്തായാലും നമ്മൾ റെസ്റ്റ് എടുക്കുക, ഇനി ഇന്നത്തെ ജോലികളൊന്നും ചെയ്യണം, വാ റൂമിലേക്ക് പോവാം എന്നും പറഞ്ഞ് ദേവനാരായണനും യശോദയും കൂടെ അവളെ റൂമിൽ കൊണ്ടുപോയി കിടത്തുന്നുണ്ട്. ഇതിൻ്റെ പിന്നിൽ അച്ചമ്മയാണ്. താൻ എങ്ങാനും പ്രിയങ്കയുടെ വീട്ടിൽ കരിമംഗലത്തേക്ക് വരുമെന്നോ കാര്യം പേടിച്ചിട്ടാണ് ഇങ്ങനെ എന്നെ ചെയ്തു വെച്ചത്, എന്നാലും എന്ത് ദുഷ്ടയാണ് അച്ചമ്മയ്ക്ക് എന്നും കരുതി അവൾ ഇങ്ങനെ കണ്ണീരൊഴിക്കാൻ. എന്താ മോളെ നീ സങ്കടപ്പെട്ട് കരയുന്നത്, പ്രിയങ്കയുടെ വീട്ടിലേക്ക് വരാൻ പറ്റില്ലെന്ന് ഓർത്തിട്ടാണ്. അല്ലമ്മേ, എനിക്ക് അവിടേക്ക് വരാൻ താല്പര്യമില്ല, പക്ഷെ അതൊന്നുമല്ല, എന്താ കാല് വേദനിക്കുന്നുണ്ടോ, സാരല്ല മോള് കിടന്നോ, വേദനയ്ക്ക് മാറിക്കോളും, മരുന്നിട്ടല്ലോ അച്ഛനറിയാത്ത വൈദ്യമില്ലെന്ന് മോൾക്കറിയാലോ എന്നും പറഞ്ഞുകൊണ്ട് തന്നെ ആ കാലിൽ തടവി കൊടുക്കുകയാണ്. അങ്ങനെ അവള് പുതപ്പിച്ച് കിടത്തിന് ശേഷം യശോദ അവിടെ നിന്ന് കണ്ണുനീർ തൊഴിച്ചോണ്ട് പോവുക. അച്ചമ്മയോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് തൃപ്തിയായില്ലേ, ഇനി അവൾ വരില്ല, അവളുടെ കാലിൽ നിങ്ങളുടെ പ്രാക്ക് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് പറയുമ്പോൾ, എടി യശോദ, എൻ്റെ കയ്യിൽ നീ വാങ്ങിക്കും എൻ്റെ പ്രാക്ക്, നീ ഒന്ന് പൊയ്ക്കോ, അവൾ വരരുതെന്ന് തന്നെയാണ് തീരുമാനം ദൈവത്തിൻ്റെ, അതുകൊണ്ടാണ് അവൾക്ക് ഇങ്ങനെ സംഭവിച്ചത്. അച്ചമ്മയുടെ വാക്കുകൾ കേട്ട് കണ്ണീരോട് കൂടെ രാധിക തല താഴ്ത്തി. തനിക്ക് ഈ വിധി സമ്മാനിച്ചത് ദൈവമല്ല അച്ചമ്മയാണെന്ന് അവളുടെ മനസ്സിലിരുന്ന് ആരോ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും അവൾ പറഞ്ഞില്ല. അച്ഛനും അമ്മയ്ക്കും ഒരുപാട് വിഷമമാവും എന്ന് കരുതിയോണ്ട് തന്നെ രാധിക മിണ്ടാതിരുന്നു. അങ്ങനെ എല്ലാവരും കണിമംഗലത്തേക്ക് പോവാ. പൂജയ്ക്ക് അവൾ എത്തിയില്ലെന്ന് മനസ്സിലാക്കാൻ വരുൺ കാറിൽ നിന്നിറങ്ങുമ്പോൾ രാധിക അവരുടെ കൂടെയില്ലെന്ന് മനസ്സിലാക്കുന്നുണ്ട്. അവളെവിടെ, അങ്ങനെ അവൾ ചുറ്റുപാട് നോക്കി. ഇല്ല, അവളെ മനഃപൂർവ്വം അവർ ഒഴിവാക്കിയതാണെന്ന് അവനക്ക് തോന്നി. അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ, കുടുംബസമേതം വരാൻ പറഞ്ഞിട്ട് ഇതെന്താ അച്ഛ, മറ്റേ ഒരു ആളും കൂടെ ഉണ്ടല്ലോ, പ്രിയങ്കയുടെ ചേച്ചി, അവരെവിടെ എന്ന് വരുൺ ചോദിക്കണേ. അതേ, മോൾക്ക് തീരെ സുഖമില്ല, കാലിന് എന്തോ കാല് തട്ടി, കാല് നന്നായി വീങ്ങിയിരിക്കാം, അവൾക്ക് വരാൻ കഴിയാത്തതുകൊണ്ടാണ് മോനെ വരാത്തത്, ഒന്നും അറിയാതെ ദേവനാരായണൻ പറഞ്ഞു. അയ്യോ അതെന്ത് പറ്റി, അപ്പോഴേക്കും വരണാണ് എന്തൊക്കെയോ കാരണം പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങാം, എന്നിട്ട് രാധിക തനിച്ചുള്ളതെന്ന് മനസ്സിലാക്കാം. അച്ചമ്മക്കാണെങ്കിലോ ഇത് കണ്ട് അവൻ പോകുന്നത് ഉറപ്പായി രാധികയുടെ അടുത്താണെന്ന് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ രാധികയുടെ അടുത്തെത്തി അവൻ പറയാം, നീ ഇവിടെ വയ്യാതിരിക്കെന്ന് മനസ്സിലായി, അപ്പോൾ ഓടി വന്നതാ ഞാൻ എന്നും പറഞ്ഞ് അവളുടെ കാലിൽ പിടിച്ച് നോക്കുന്നതിന് എന്ത് പറ്റിയതാ, വാ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം, കാല് നന്നായി വീങ്ങിയിരിക്കുന്നില്ല. അയ്യോ അത് വേണ്ട, അച്ഛൻ മരുന്ന് വെച്ച് കെട്ടിയതാ, ഇനിയിപ്പോൾ ഹോസ്പിറ്റലിലേക്കൊന്നും പോകണ്ട, കുറച്ച് സമയം കഴിഞ്ഞാൽ വേദന തന്നെ മാറിക്കോളും. അയ്യോ അച്ഛൻ കെട്ടിയെന്നു, അതൊന്നും പറ്റില്ല, ഹോസ്പിറ്റലിലേക്ക് പോയെന്ന് പറഞ്ഞ് രാധിക നിർബന്ധിക്കുമ്പോൾ വേണ്ടെന്ന് പറഞ്ഞല്ലേ, പ്ലീസ് ഇവിടെ നിന്ന് പോവോ എന്ന് രാധിക ചോദിക്കുമ്പോൾ വരുൺ ചോദിക്കും, എന്താ എന്നോട് പോകാൻ പറഞ്ഞത്, അവരുടെ കൂടെ നീ ഉണ്ടാവുമെന്ന് കരുതി ഞാൻ നിന്നെ കാത്തിരിക്കായിരുന്നു, പക്ഷെ നീ ഇല്ലാന്ന് കണ്ടപ്പോൾ വിഷമം തോന്നി, പിന്നെ നിന്റെ കാലിന് വയ്യെന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ ഓടി ഇങ്ങോട്ട് വന്നതാ, അവളെയും അവങ്ങനെ കൈകളിൽ ഉയർത്താ, നീ വാ
കണിമംഗലത്തെ ഒരു പൂജ നടക്കുകയാണെങ്കിൽ എൻ്റെ മനസ്സിലുള്ള ഭാര്യ നീയാണ്. അപ്പോൾ നീ അവിടേക്കില്ലാതെ എങ്ങനെ? ഈ സമയം രാധിക എതിർക്കാൻ നോക്കുക. അയ്യോ വരണേട്ട വീടെന്നൊക്കെ പറഞ്ഞ് അവൾ കൈ തട്ടി മാറ്റുന്നുണ്ട്. എന്നാൽ വരുൺ അതൊന്നും നോക്കാതെ തന്നെ രാധികയെ 2 കൈകളിലും കോരിയെടുത്ത് കാറിൻ സീറ്റിലിരുത്തുക. അവൾ വേണ്ട, അച്ചമ്മ വഴക്ക് പറയും, ഇത് മറ്റുള്ളവർ കണ്ട എന്ത് കരുതും എന്നൊക്കെ ചോദിച്ച് പറയുന്നുണ്ടെങ്കിൽ ഒരക്ഷരം മിണ്ടേണ്ട. അവിടെ എത്തുമ്പോൾ എന്താ മറുപടി പറയണത് എനിക്ക് നന്നായിട്ടറിയാം. അങ്ങനെ രാധികയും കൂട്ടി അവൻ കണിമംഗലത്തേക്ക് പോവാ. എല്ലാവരും പൂജ നടക്കുന്ന സമയത്ത് അച്ചമ്മ ഉമ്മറത്തേക്ക് നോക്കുമ്പോൾ ആ കാഴ്ച കണ്ട് നട്ടി രാധികയും കയ്യിൽ തൂക്കിക്കൊണ്ട് വരുൺ അകത്തേക്ക് കയറി വരുന്ന കണ്ടതും അവരാകെ ഷോക്കായി. പ്രിയങ്ക ഇതൊന്നും ഒട്ടും ഇഷ്ടപ്പെടാതെ ദേഷ്യത്തിൽ തന്നെ നിൽക്കുക. വരണകത്തേക്ക് കയറിയിട്ട് കുടുംബസമേതം ഈ ഒരു പൂജ ചെയ്യുമ്പോൾ അവിടെ ഒരാൾ മാത്രമേ ഇല്ലാതിരിക്കും, അത് ശരിയല്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇവളെ ഇങ്ങോട്ട് കൊണ്ടുപോയത്. പ്രിയങ്കയുടെ ചേച്ചി എന്ന് പറഞ്ഞാൽ എൻ്റേതും കൂടെയല്ലേ എന്ന അർത്ഥം വെച്ചുകൊണ്ട് തന്നെയാണ് വരുൺ പറഞ്ഞ് അവളെ സൂര്യയുടെ അടുത്തായിട്ട് ഒരു ചെയറിൽ ഇരുത്തി. അതിനുശേഷം എല്ലാവരും സന്തോഷത്തോടെ മുത്തശ്ശിക്കും ഇവർക്കൊന്നും അറിയില്ലല്ലോ ഇവൻ പ്രണയിച്ച പെൺകുട്ടി ഇവളാണെന്ന്. അതുകൊണ്ട് തന്നെ മോനെ നീ ചെയ്ത് നന്നായി, അവൾ തനിയെ അവിടെ ഇരിക്കേണ്ടേ, എന്തായാലും നീ ഇങ്ങോട്ട് കൊണ്ടുവന്നത് നന്നായി. അങ്ങനെ അവളാണെങ്കിലും വളരെ വിഷമത്തോടു കൂടെ അച്ഛമ്മയും അച്ഛനൊക്കെ നോക്കുന്നുണ്ട്. സാരമില്ല മോളെ എന്നർത്ഥത്തിൽ അച്ഛൻ ഇങ്ങനെ കണ്ണുകൊണ്ട് കാണിച്ചു കൊടുക്കുകയാണ്. അച്ഛമ്മ ദേഷ്യത്തിൽ അവളെ നോക്കുമ്പോൾ അവൾ തല താഴ്ത്തി. അങ്ങനെ അവിടുത്തെ പൂജയും ഒക്കെ കൈയാണ്. ഈ സമയം പ്രിയങ്കയെ ശരത്ത് വിളിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് നീ ഇവിടെ വരാം, നിന്റെ വാക്ക് കേട്ട് പലയിടത്തും വന്നിട്ട് ഞാനിപ്പോൾ അനുഭവിക്കുന്നു, എനിക്ക് പറ്റില്ല, ഇവിടെ ഒരു പൂജ നടക്കുക, നിനക്കൊരു സിനിമ ഹീറോയിൻ ആവണോ, അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ട് വാ എന്നും പറഞ്ഞ് വിളിക്കാം. അങ്ങനെ അവിടെ ആ ഒരു പൂജ നടക്കുന്ന സമയത്ത് രാധികയാണ് വരുണിൻ്റെ കൂടെ നിൽക്കുന്നത്. ഈ സമയം അവിടെ നിന്ന് മെല്ലെ മുങ്ങുന്നുണ്ട് പ്രിയങ്ക. ഈ കുട്ടി ഇതെവിടെ പോയി, ഈ സമയത്ത് ഇവിടെ നിന്ന് പോവാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടെന്ന് പറഞ്ഞ് എല്ലാവരും തിരയുന്നുണ്ട്. എന്നാൽ രാധികയാണ് അവിടെ നിൽക്കുന്നത് പ്രിയങ്കയ്ക്ക് പകരം. അപ്പോഴും ഇതൊരു കൃഷ്ണൻ്റെ ഒരു തീരുമാനം പോലെ തന്നെയാണ് രാധികക്കും വരുണിനും തോന്നുന്നത്. അവിടെയുള്ള എല്ലാ പൂജയിലും നമ്മുടെ രാധികയാണ് പങ്കെടുക്കുന്നത്. എന്നാൽ അച്ചമ്മയ്ക്ക് ഇതൊട്ടും സഹിക്കുന്നില്ല കേട്ടോ. വളരെ രസകരമായിട്ടുള്ള ഒരു എപ്പിസോഡാണ്. അച്ചമ്മയുടെ ദേഷ്യമൊക്കെ ഒന്ന് കാണണം, അത്തരത്തിലൊരു എപ്പിസോഡാണ് കേട്ടോ ഇനി വരാനിരിക്കുന്നത്.